കണ്ണൂർ ചക്കരയ്ക്കൽ കണയന്നൂരിലെ സന്ദീപിന്റെ മാതാവ് നന്ദിനിക്കും പിതാവ് മോഹനനും വലിയ അടുപ്പമാണ് വീട്ടിലെത്തിയ മൂങ്ങയോട്. സീരിയൽ കാണുമ്പോൾ കണ്ണ് ടിവിയിൽ നിന്ന് മാറ്റാതെ ഈ ചെവിയെന്നത്ത് മൂങ്ങയുണ്ടാകും. കഴിഞ്ഞ ഏപ്രിൽ 16-നാണ് വന്യജീവി സംരക്ഷണ സംഘടനയായ മാർക്കിന്റെ പ്രവർത്തകനും നിർമ്മാണ മേഖലയിലെ തൊഴിലാളിയുമായ ചക്കരക്കല്ലിലെ സന്ദീപിനെ തേടി ഒരു ഫോൺ കോൾ വന്നത്. പള്ളിപ്പൊയിലിൽ കാറ്റിൽ പൊട്ടിവീണ തെങ്ങിൽ അകത്ത് 2 മൂങ്ങക്കുഞ്ഞുങ്ങൾ ഉണ്ടെന്നതായിരുന്നു വിവരം. ഒന്ന് ചത്ത നിലയിലായിരുന്നു. മൃതപ്രായമായിരുന്ന രണ്ടാമത്തെ മൂങ്ങക്കുഞ്ഞിനെ വനംവകുപ്പിൽ വിവരമറിയിച്ച ശേഷം സന്ദീപ് വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി. ചെറിയ ചിക്കൻ കഷ്ണങ്ങൾ വായിൽ വെച്ചു കൊടുത്താണ് വളർത്തിയത്. മെല്ലെ മെല്ലെ തൂവലുകൾ മുളച്ചു, കണ്ണുകൾ തുറന്നു, ഇര തേടി പുറത്തിറങ്ങാൻ തുടങ്ങി. ഈ മൂങ്ങ ഇന്ന് സന്ദീപിന്റെ വീട്ടിലെ അംഗമാണ്. രാത്രി വീട്ടുകാർ ഉറങ്ങാൻ പോകുമ്പോൾ മൂങ്ങയും പുറത്തു പോകും. അതിന്റെ സ്വാഭാവിക വേട്ടയാടൽ സമയമാണിത്. രാവിലെ 6 മണിയോടെ തിരിച്ചെത്തും. വീട്ടുകാർ എഴുന്നേറ്റ് തുറന്നു കൊടുക്കുന്നത് വരെ വാതിലിന്റെയോ ജനലിന്റെയോ മുന്നിൽ കാത്തു നിൽക്കും. പകൽ മുഴുവനും ഷെൽഫിന്റെ മുകളിൽ ധ്യാനത്തിലാണ്. സന്ധ്യയ്ക്ക് മോഹനനും നന്ദിനിയും ടെലിവിഷൻ ഓണാക്കുമ്പോൾ അവരുടെ കൂടെ ചേർന്നിരിക്കും. അവർ വാത്സല്യത്തോടെ കൈനീട്ടുമ്പോൾ പറന്നു വരും. ഇങ്ങനെ പകൽ വർത്തമാനം പറയാനും ഓമനിക്കാനും ഒരാളുള്ളത് നല്ലതല്ലേ എന്ന നന്ദിനിയുടെ വാക്കുകളിൽ ഒരമ്മയുടെ സ്നേഹമുണ്ട്. ചെവിയിൽ തൂവലുകളാൽ നിർമ്മിച്ച ചെറിയ കൊമ്പുകളാണ് ഈ മൂങ്ങയുടെ പ്രത്യേകത. രാത്രിയിൽ സജീവമാകുന്ന ഈ വേട്ടക്കാർ പ്രധാനമായും പ്രാണികൾ, എലികൾ, ചെറിയ പക്ഷികൾ എന്നിവയാണ് ആഹാരമാക്കുന്നത്. മികച്ച കാഴ്ചശക്തിയും കേൾവിയുമാണ് ഇവയ്ക്ക്. ഇത്തരം മൂങ്ങകൾ സാധാരണയായി മനുഷ്യരെ ഒഴിവാക്കുന്നവയാണ്. എന്നാൽ വീട്ടുകാരോട് ഭയമോ ആക്രമിക്കാനുള്ള പ്രേരണയോ ഒന്നും കാണിക്കാതെയാണ് കുടുംബത്തിന്റെ ഭാഗമായി മൂങ്ങ പെരുമാറുന്നത്.